ശൈത്യകാലമാണ്. പലവിധ രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ ഒരു പരിധിവരെ രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി പല ഭക്ഷണങ്ങളും ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായി ലഭ്യമാകുന്ന ഇഞ്ചി, മഞ്ഞൾ പോലെയുള്ളവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ജലദോഷം അകറ്റാനും ശരീര ഊഷ്മാവ് നിലനിർത്താനും ഇഞ്ചി മഞ്ഞൾ ടോണിക് വളരെ ഉപകാരം ചെയ്യും. മഞ്ഞളിലെ കുർക്കുമിനും ഇഞ്ചിയിലെ ജിഞ്ചറോളും ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളവയാണ്. സന്ധിവേദന പോലുള്ള വിട്ടുമാറാത്ത വേദനകൾ ഒരു പരിധിവരെ തടയാനും ഇത് സഹായിക്കുന്നു. വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാലും സന്തുഷ്ടമാണ് മഞ്ഞളും ഇഞ്ചിയും ചേർന്നുള്ള ടോണിക്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ദഹനത്തിനും ഇത് വളരെ ഉത്തമമാണ്. വയറുവേദന, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഈ ടോണിക് വളരെ മികച്ച ഒരു പരിഹാരമാണ്. ഈ ടോണിക് കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുകയും അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് കുടിക്കുന്നതിലൂടെ വിശപ്പിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇഞ്ചിയിലും മഞ്ഞളിലും അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചർമ്മത്തിന് സ്വാഭാവികമായ തിളക്കം നൽകുകയും ചെയ്യുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇഞ്ചി മഞ്ഞൾ ടോണിക് കഴിക്കുന്നത് കരളിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും ശരീരത്തെ ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു. പല ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇഞ്ചി മഞ്ഞളും കൊണ്ടുള്ള ടോണിക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നറിയാം. ഇഞ്ചിയും മഞ്ഞളും തൊലി കളഞ്ഞ് മുറിച്ചതിന് ശേഷം അല്പം വെള്ളം കൂടി ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് തേൻ ചേർക്കുക. ആഴ്ചയിൽ 2 തവണ ഇഞ്ചി മഞ്ഞൾ ടോണിക് കുടിക്കാവുന്നതാണ്. വിവിധ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ടോണിക് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും. പക്ഷേ ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഭക്ഷണശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുടെ അഭിപ്രായം തേടേണ്ടതാണ്.